അതാരാ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ ഇപ്പൊ താങ്കളുടെ വായിന്ന് അത് കേട്ടതിൽ സന്തോഷം. ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞു. അല്ല, ഭരിക്കുന്നതിലും താങ്കൾ നന്നാവൻ. ആ ചോരക്കളിക്ക് മാത്രം കൊള്ളാം. മെട്രോ റെയിലിൻ്റെ ഈ ഓട്ടോറിക്ഷ 10-75 ഓട്ടോറിക്ഷ കട്ടപ്പുറത്തിരിക്കണതിനെ കുറിച്ച് സ്റ്റോർ ചെയ്യാൻ കലൂർ വന്നപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരനോടൊന്ന് അഭിപ്രായം ചോദിച്ചു. ആ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞ അഭിപ്രായം നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. അഴിമതിക്കും അക്രമത്തിനും തിളക്കുന്ന ചോരകൾ എത്ര അടിമപ്പെട്ടിരിക്കുന്നു. ഈ ഓട്ടോറിക്ഷകൾ ഇവിടെ ഈ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി ഇങ്ങനെ? 2 കൊല്ലമായി. ഇത് ഓടണാണ്, ഇപ്പോൾ ഓടാനുള്ള അല്ലേ? എത്ര നാളായി ഈ ഓട്ടോറിക്ഷ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്? അല്ല, ഇത് മെട്രോ റെയിൽ എന്റെയും തന്റെയാണ്, നമ്മളാണ് ചോദിക്കേണ്ടത്. അതെ, അത് കടമെടുത്തേക്കണത് ആണ്. അപ്പൊ ഈ നാട് ഭരിക്കണത് ആരാണ്? ഓ, താങ്ക് യു. ഒരു സത്യം പറഞ്ഞു ആദ്യമായിട്ട് കുറെ നാളുകൂടി ഒരു സത്യം കേട്ടത്. പിന്നെ ആരാണ്? പിന്നെ ആരാ? കണ്ടാ, ആ രാഷ്ട്രീയം വന്നപ്പോ തെറ്റ് ശരിയായതുകൊണ്ടാ. ഈ ഓട്ടോറിക്ഷ കിഫ്ബിന്ന് ലോൺ എടുത്താൽ മേടിച്ചേക്കണം. അപ്പൊ അറിയാത്ത കാര്യം പറയുമ്പോൾ വെറുതെ ആ പാവത്തിനെ പഠിപ്പിച്ചു. ഞാൻ പറയണത് LDF UDF ഒന്നുമല്ല, അതുകൊണ്ടാണ് നമ്മൾ അനുഭവിക്കണം. ശരി ചേട്ടൻ, അവരുടെ പൈസയാണോ അത്? അല്ല, അതാരാ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ ഇപ്പൊ താങ്കളുടെ വായിന്ന് അത് കേട്ടതിൽ സന്തോഷം. ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞു. അല്ല, ഭരിക്കുന്ന സർക്കാർ എന്ന് പറയും. എന്താ പറയാ, പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഈ പറഞ്ഞ വൃദ്ധന്മാർക്കും എല്ലാം സഹായിക്കുന്ന അവരെ നിങ്ങൾ ഈ കുറ്റം പറഞ്ഞ വളരെ മോശമാണ്. നമുക്ക് ബാക്കി അനുഭവിച്ച് തീർക്കാം. 2018 വെള്ളപ്പൊക്കം വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ വിഷുവിന് അവർക്ക് കയറി താമസിക്കാൻ പറ്റും. 778 കോടി രൂപ കൊടുത്തിട്ട് 778. ഇത്രയും നല്ല സംശയം പണിയാണ് ആരോടും. 778 കോടി രൂപ അവിടെ ആള് കഞ്ഞി വെച്ചു തുടങ്ങിയ. അവിടെ കഞ്ഞി വെക്കണ്ട, അവിടെ കഞ്ഞി വെക്കുന്നുണ്ടോ? ഓക്കെ, ഞാൻ ഇന്ന് താങ്കൾ നന്നാവൻ. ഇന്ന് ഏതായാലും താങ്കൾ നന്നാവൻ. ചോരക്കളിക്ക് മാത്രം കൊള്ളാം. തർക്കിച്ച് ഒച്ചയുണ്ടാക്കി അന്യായത്തെ ന്യായമാക്കുന്ന ക്യാപ്സൂളും തള്ളിമറിക്കണ ന്യായീകരണ തൊഴിലാളികളുള്ളിടത്തോളം കാലം ഈ കേരളം രക്ഷപ്പെടുമെന്ന് തോന്നണില്ല.